ആ ചേച്ചി, ആ പെണ്ണുമ്പിള്ള നമ്മുടെ ഈ രാജമ്മയില്ലേ, അവർ തൃശ്ശൂരിൽ നിന്ന് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. അവർ അവിടോട്ടങ്ങനെ വന്നോ? ഇല്ല, ഇന്നലെ വരെ വന്നില്ല. ഇന്നലെ ചെന്നപ്പോൾ ഇല്ലായിരുന്നു. ഉറപ്പാണോ അവിടെ ഒന്നും ഇല്ലെന്ന്? പാത്തൊന്നും ഇരിപ്പില്ലേ? ഇന്നലെ ഇല്ല എന്തായാലും. ഇന്നലെ അവിടെ ചെന്നാ. അല്ല, അവർ കുറച്ച് ദിവസമായി വന്നിട്ട്. അവർ പിന്നെ കിടങ്ങന്നൂരെങ്ങാണ്ടൊരു ക്രിസ്ത്യൻ എന്തോ ഒരു എവിടെയോ നിൽക്കുന്നതെന്നാ പറഞ്ഞു കേട്ടോ. എനിക്കൊരു ഡൗട്ട്, ഇവരെ വിശ്വസിക്കാനൊക്കെ പറ്റില്ല. ഇവർ പലയിടത്തും ഇങ്ങനെ കറങ്ങുന്നവരല്ലയോ. അതുകൊണ്ട് അവിടെ എങ്ങാണം വന്നോന്നറിയാനാ ചേച്ചി വിളിച്ചത്. ഇല്ല, വന്നിട്ടില്ല. ഇന്നലെ വന്നിട്ടില്ല. ഉറപ്പാണല്ലേ? ഉറപ്പാ. ഇന്നലെ അവിടെ ചെന്നാ. ഞാൻ വീട്ടിൽ പോയായിരുന്നു. അപ്പൊ അവിടെ ഇല്ല, വന്നില്ല. അല്ലെങ്കിൽ അമ്മ പറഞ്ഞേനുമല്ലോ. അല്ല, ഇവർ വേണേ പമ്മി കയറി വന്നിരിക്കും. ഇവർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തോ സാവിത്രി അറിയാതെ ഞാനങ്ങ് കയറിക്കോളാം, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഇല്ല. എന്തായാലും ആളവിടെ ഇല്ല. വണ്ടി ഓട്ടോ വിട്ടിട്ട് വരുമ്പോ അമ്മയ്ക്ക് അറിയാമല്ലോ എന്തായാലും. ഉറപ്പാ ഇല്ലെന്നുള്ളതല്ലേ? പിന്നെയും പോന്നു. ഇത് രണ്ടാമത്തെ പ്രാവശ്യമല്ലേ. അവരെ ആദ്യം കൊണ്ടുപോയി. ഈ കഴിഞ്ഞ മാസം ഇവർ വന്നായിരുന്നു. പിന്നെ അത് വിളിച്ച് തിരിച്ചു പോയി. പിന്നെ ഇപ്പം വന്നിരിക്കുക. ഇപ്പം പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ഇത് 15-ാം തീയതിയോ 14-ാം തീയതി 15-ാം തീയതിയോ 16-ാം തീയതി ഇറങ്ങി. ഇന്ന് 17-അല്ലേ? ഇന്ന് 17ആണോ 18ആണോ? എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇവർ. ഇന്ന് 18ആയി. അതാ, അവരെന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും അവർ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് നമുക്ക് വിവരം കിട്ടി. 2 ദിവസമായി അവർ പോകുന്നെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പം അവിടെ നിന്ന് പോകുന്നത് കിടങ്ങന്നൂരെന്ന് പറയുന്നിടത്തെങ്ങാണ്ടാ നിൽക്കുന്നതെന്നാ പറഞ്ഞു കേൾക്കുന്നത്. ചേച്ചിക്ക് അറിയാമോ കിടങ്ങന്നൂര്? ഹലോ. എന്തോ വണ്ടി പിടിച്ച് തന്നെ പോന്നോ അവിടുന്ന്? എങ്ങനെയാ എന്തോ ഒരു ഓട്ടോ പിടിച്ചാ പോന്നേന്നാ പറയുന്നത് കേട്ടത്. ഓട്ടോയ്ക്കകത്ത് എന്നൊക്കെയാ പറയുന്നത്. നമുക്ക് ഇവരെ കുറിച്ച് അറിയത്തില്ല. കട്ടായി പോയായിരുന്നു മുമ്പേ, കേൾക്കുന്നില്ലായിരുന്നു. ഇവരെന്തായാലും ഇങ്ങനെ നടക്കുകയാണ്. ഇവർ നമ്മളെക്കുറിച്ച് കഥകളുണ്ട്. ഇവിടെ കുറേ നാട്ടുകാരുണ്ട് ചേച്ചി. ചേച്ചിക്കറിയാം, നമ്മൾ ബന്ധം ഒഴിഞ്ഞതാണെന്ന് ചേച്ചിക്ക് അറിയത്തില്ലയോ? കുറേ കഥകൾ ഉണ്ടാക്കുക, നമ്മളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക. ഇവർക്ക് അവരുടെയൊക്കെ വലിയ സൈഡാ കേട്ടോ. ഭയങ്കര സൈഡാ, നമ്മളോട് ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക. എന്തോ ആരുടെ വീട്ടിലല്ല, എങ്ങാണ്ട് എന്തോ ഒരു ക്രിസ്ത്യൻ സ്ഥാപനമുണ്ട് പോലും. ചേച്ചിക്ക് അറിയാവോ ക്രിസ്ത്യൻ സ്ഥാപനമല്ലോ? അതേതാ അനാഥാലയം? ഏതാ? ഇത് കിടങ്ങന്നൂരാ. ഇവർ ആദ്യം വന്നപ്പോഴേ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് പോയപ്പം ലീലയുടെ വീട്ടിൽ പോയായിരുന്നു. രാജേഷിന്റെ ലീലയുടെ വീട്ടില്. അവരെന്താ അങ്ങനെ പറഞ്ഞേ? ഓട്ടോക്കാരാ പറഞ്ഞ ഒളകാട്ടിലൊരു വീട്ടിൽ പോയെന്നൊക്കെ ഓട്ടോക്കാരൻ വീട്ടിൽ പറഞ്ഞായിരുന്നേ. പിന്നെ പന്തളത്ത് കൊണ്ടുവിട്ടത്. അങ്ങനെ പറഞ്ഞ ഒളകാട്ടൊരു വീട്ടിൽ പോയി, പിന്നെ പന്തളത്ത് കൊണ്ടുവിട്ടേ. ഓട്ടോക്കാർ അവിടെ ഉള്ള ഓട്ടോക്കാരായിരുന്നോ? അവിടെയുള്ള ഓട്ടോക്കാരനെ വിളിച്ചിട്ടാ പോയത്. കാരക്കാട്ടെ ഉള്ള അല്ലയോ? അപ്പൊ അവരെന്താ പറഞ്ഞു? ഈ ഒളകാട്ടിലുള്ളവരെന്തോ പറഞ്ഞേ? അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടാ ഈ കടയിൽ വന്നിരുന്നത് അല്ലയോ? ഇപ്പൊ ഇതുപോലെ കിടങ്ങന്നൂരുള്ള എങ്ങാണ്ട് പോയിട്ടുണ്ടെന്നാ പറയുന്നത്. നമുക്കൊന്നും അറിയത്തില്ല. ഇവളും വലിയ കള്ളിയാ, ഈ പ്രീതയെന്ന് പറയുന്നവളേ. ഇവളെല്ലാം കൂടെ ഉള്ള എന്തൊക്കെയോ വലിയ പരിപാടികളാണ്, മനസ്സിലായോ? നമ്മൾ ചേച്ചിയോട് പറയാനാണെങ്കിൽ, ചേച്ചിയുടെ ചേട്ടനൊക്കെ ഈ കമ്പ്യൂട്ടറൊക്കെ അറിയാവോ? ചേച്ചിയുടെ ഭർത്താവിനൊക്കെ ചേച്ചിയുടെ ഒരു മോളല്ലേ ഉള്ളൂ ചേച്ചിക്ക്, അല്ലയോ?
അതെ 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 അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ ആണെങ്കിൽ നമ്മളിവിടെ ഒന്നും അല്ല, നമ്മളെക്കുറിച്ച് അതുപോലെ കള്ള കഥകൾ ഉണ്ടാക്കുക. നമ്മുടെ ലാപ്പൊക്കെ തുറന്നാൽ, ഞാനിവിടെ ഓലകെട്ടിയിലാണെന്ന് ചേച്ചിക്ക് അറിയത്തില്ലേ? ഓലകെട്ടിയിൽ ഇരിക്കുന്ന ലാപ്പ്. നമ്മുടെ വീട് ഓലകെട്ടിയാണ്, ചേച്ചിക്ക് അറിയാമല്ലോ. നമ്മളിവിടാണ്, എൻ്റെ അമ്മയുടെ കൂടാണ്. എന്നിട്ട് നമ്മൾ ലാപ്പ് തുറക്കുമ്പോൾ ചിറയൻ കീഴ്, എൻ്റെ കയ്യിൽ എല്ലാ തെളിവുമുണ്ട്. ചിറയൻ നെടുമങ്ങാടൊക്കെയാണെന്ന് കാണിക്കുക നമ്മൾ ലാപ്പ്. അങ്ങനെ പല പല കള്ളത്തരങ്ങളാണ് ഇവന്മാർ നമ്മളെക്കുറിച്ച് ഉണ്ടാക്കുന്നത്, മനസ്സിലായോ? ഇങ്ങനെ ഭയങ്കര കള്ളത്തരങ്ങൾ ഉണ്ടാക്കുക, വലിയ ശല്യമാണ്. ഒരു സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ വീടിൻ്റെ പുറകിൽ താമസിക്കുന്നുണ്ട്. അവനെക്കൊണ്ട് ഭയങ്കര ശല്യമാണ്. അവൻ നമ്മളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക, ഭയങ്കരമായിട്ട്. അവൻ്റെ മോൻ പണ്ട് ഇതുപോലെ ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇതുവഴി പാതിരാത്രിക്ക് ഇതുവഴി നടക്കുകയൊക്കെ ആയിരുന്നു. എൻ്റെ ഇതിനെല്ലാം ഫോട്ടോ ഉണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ 7 CCTV ക്യാമറ ഉണ്ടായിരുന്നു അന്ന്. 5 CCTV ക്യാമറ അടിച്ചു പൊട്ടിച്ചത് ഇവന്മാർ. ഗൂണ്ടായിസം തന്നെ നടത്തുന്ന ഇവിടെ. ചേച്ചി ഇതിലെല്ലാം ചേച്ചിയുടെ വാട്സപ്പ് ഉണ്ടോ? ഇത് നമുക്കിതെല്ലാം ഇട്ട് തരാൻ പറ്റും. ചേച്ചിക്ക് ഫേസ്ബുക്ക് ഉണ്ടോ? ഈ ഫോൺ നമ്പറിലാണോ? ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഉപ്പിട്ട്. അതുപോലെ എനിക്കൊരു ചാനലുണ്ട് യൂട്യൂബിൽ. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ചേച്ചി, അതിൻ്റെ പേര് ദീപായസ് പണിക്കർ. ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. ഒരു മാസ്ക് ഇട്ടിരിക്കുന്ന ഒരു ചേച്ചി ഒന്ന് നോക്കണം, യൂട്യൂബിനകത്ത് നോക്കണം കേട്ടോ. എന്നിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ചേച്ചി. എന്നിട്ട് ഈ രാജമ്മ പോകുന്നതും വരുന്നതും എല്ലാം അതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ചേച്ചി ഇതെല്ലാം നാട്ടുകാരെ ഒന്ന് അറിയിക്കണം കേട്ടോ, ഇവരുടെ കാര്യങ്ങൾ. നമ്മൾ വലിയ ശല്യം സഹിക്കാൻ വയ്യാതായി സത്യം പറഞ്ഞാൽ, ഇവരുടെ ശല്യം കേട്ടോ. എന്തൊരു ശല്യമാണെന്നറിയോ ഇവരെ കൊണ്ട്. ഇവരും കുറേ, ഈ ബിജു പി എന്ന് പറയുന്നവനെ നമ്മളെ കെട്ടിയത് തന്നെ ഇവരുടെ ഒരു ഭർത്താവ്, ഈ പൊടിയൻ എന്ന് പറയുന്ന അങ്ങേരുണ്ടല്ലോ, അങ്ങേരുടെ ഒരു പെങ്ങടെ മോനുണ്ടല്ലോ, സുരേഷ് എന്ന് പറയുന്നത്. ചേച്ചിക്ക് അവരെയൊക്കെ അറിയാം, നെടുങ്കോളത്തുള്ള. ഊന്നുകല്ലില്ല, എലവന്തിട്ടയല്ല, ഊന്നുകല്ലിൽ തന്നെ. ഈ നമ്മുടെ ഇവരുടെ